അതായത് സുഹൃത്തുക്കളെ, ബംഗ്ലാദേശ് പര്യടനം ഒഴിവാക്കിയതുകൊണ്ട് ശ്രീലങ്കയുമായിട്ട് ODI T20 ഒരു സീരീസ് BCCI പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ചു രോഹിത് ശർമ്മ ക്യാപ്റ്റനായിട്ട് വരികയും വിരാട് കോഹ്ലിനെയൊക്കെ കാണാമെന്നല്ലേ. ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അതായത് ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ തന്നെ ODIന്റെ ക്യാപ്റ്റനാക്കാനും ഒരു ആലോചന നടക്കുന്നുണ്ട് എന്നാണ് രഹസ്യവൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കും. ആ ഒരു വാർത്ത അറിഞ്ഞ രോഹിത് ശർമ്മ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ താൻ ODIയിൽ നിന്നും റിട്ടയർഡ് ആവുമെന്നും ഒരു സൂചന നൽകി കഴിഞ്ഞു എന്നൊക്കെയാണ് റിപ്പോർട്ട്സ് വരുന്നത്. അതായത് വെറുതെ ഒരു പ്ലെയറായിട്ട് നിൽക്കാൻ അദ്ദേഹം താല്പര്യമില്ലാന്ന്. അദ്ദേഹം ആക്ച്വലി ഇപ്പോൾ ഒരു ഫോർമാറ്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് 2027 വരെ ODI ടീമിന്റെ ക്യാപ്റ്റനായി തുടർന്ന് ഇന്ത്യക്ക് കപ്പ് മേടിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ്. ആ ഒരു ആഗ്രഹം സഫലമാവൂ എന്ന് കണ്ടറിയണം സുഹൃത്തുക്കളെ, കണ്ടറിയണം. പിന്നെ ഇതറിഞ്ഞ കുറച്ച് ആരാധകരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, രോഹിത് ശർമ്മയെ മാറ്റുവാണെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, പക്ഷേ ഗില്ലിനെ ക്യാപ്റ്റനാക്കരുത്, ശ്രേയസ് അയ്യരെ വേണം ക്യാപ്റ്റനാക്കാൻ എന്നാണ്. പക്ഷേ അതൊക്കെ പോസിബിൾ ആവുമോ എന്ന് കണ്ടറിയണം. കാരണം നിലവിൽ ബോൾ ശുഭ്മാൻ ഗില്ലിന്റെ കയ്യിൽ തന്നെയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിന് ശേഷം ODIയിലും അദ്ദേഹം ക്യാപ്റ്റനാവും. താമസിയാതെ സൂര്യകുമാറിനെയും മാറ്റി T20ന്റെയും ക്യാപ്റ്റൻ അദ്ദേഹം ആവാൻ സാധ്യതയുണ്ട്. T20ന്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം വരികയാണെങ്കിൽ നമ്മുടെ സഞ്ജു സാംസൺ അതൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഓപ്പണറായിട്ടായിരിക്കുമല്ലോ ശുഭ്മാൻ ഗിൽ സ്വാഭാവികമായിട്ടും T20 കളിക്കുക. എങ്കിൽ സഞ്ജുവിന്റെ സ്പോട്ടും തെറിക്കാൻ ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് എപ്പോഴും ചില ആളുകളിലേക്ക് ഒതുങ്ങി അങ്ങനെ മാറും. ലാസ്റ്റ് ആകുമ്പോൾ അവർ തട്ടും, അത് വേറെ കാര്യം. അതൊരു കാലത്ത് ഗാംഗുലിയുടെ ആയിരുന്നെങ്കിലും, ഒരു കാലത്ത് വിരാട് കോഹ്ലിയുടെ ആയിരുന്നെങ്കിലും, ഒരു കാലത്ത് മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നെങ്കിലും ഒക്കെ. മഹേന്ദ്ര സിംഗ് ധോണിയാണ് പിന്നെ ഇതിൽ നിന്നും ഒരു വ്യത്യസ്തനായത്. വലിയ ഇതുപോലത്തെ പുറത്താക്കലുകൾ ഉണ്ടാവുന്നതിന് മുമ്പേ അദ്ദേഹം അങ്ങ് റിട്ടയർഡ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ബാക്കി ആളുകളൊക്കെ ഈ ഒരു കയ്പ് നീര് കുടിച്ച ആൾക്കാരാണ്. ഇനി കുറച്ച് നാൾ ശുഭ്മാൻ ഗില്ലിന്റെ കയ്യിലാണ് ബോൾ. ആ ബോൾ കൊണ്ട് അദ്ദേഹം എന്തൊക്കെ ആക്കും നമുക്ക് കണ്ടാൽ.